നമസ്കാരം. പാലക്കാട് നെന്മാറയിൽ അയൽവാസിയായ സജിത എന്ന സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷ ഇന്ന് ജില്ലാ അഡീഷണൽ കോടതി പ്രസ്താവിക്കും. മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് കോടതി വിധി പറയുക. സജിതയെ കൊലപ്പെടുത്തിയ ശേഷം ജാമ്യത്തിലിറങ്ങിയ പ്രതി ചെന്താമര സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്തിയ സംഭവവും ഏറെ ഞെട്ടലുണ്ടാക്കിയിരുന്നു. 2019 ഓഗസ്റ്റ് 31 നാടിനെ നടുക്കിയ ആദ്യ കൊലപാതകം. തന്റെ ഭാര്യ തന്നെ വേർപിരിയാൻ കാരണം സജിതയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ചെന്താമര സജിതയെ വീട്ടിൽ അതിക്രമിച്ച് കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. സജിത അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുകയായിരുന്ന സമയത്താണ് പ്രതി വാൾ ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ചത്. മരിച്ചെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പ്രതി മുങ്ങി. പിന്നീട് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. സജിത വീട്ടിൽ ഒറ്റയ്ക്കുള്ള തക്കം നോക്കിയായിരുന്നു ചെന്താമര ക്രൂര കൊലപാതകം നടത്തിയത്. കൊല നടന്ന ദിവസം മക്കൾ സ്കൂളിലും ലോറി ഡ്രൈവറായ ഭർത്താവ് സുധാകരൻ തമിഴ്നാട്ടിലുമായിരുന്നു. സജിത അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു ചെന്താമര കൊടുവാളുമായി വീട്ടിലെത്തിയത്. ശരീരത്തിൽ തുടരെ വെട്ടി വീഴ്ത്തി. മരിച്ചെന്നുറപ്പായതോടെ രക്തം പുരണ്ട കൊടുവാൾ വീട്ടിൽ വെച്ച് നെല്ലിയാമ്പതി മലയിൽ ഒളിവിൽ പോയി. വിശന്ന് വലഞ്ഞതോടെ 2 ദിവസത്തിന് ശേഷം മല ഇറങ്ങി വരികയായിരുന്നു. പിന്നാലെയാണ് പോലീസ് കസ്റ്റഡിയിലാകുന്നത്. ഭാര്യയും മകളും തന്നെ വിട്ടുപോകാൻ കാരണം സജിത എന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പ്രതിയുടെ മൊഴി. 3 മാസം കൊണ്ട് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കാനാകാതെ വന്നതോടെ വിചാരണ നീളുകയായിരുന്നു. സജിത വധക്കേസിൽ 2020 പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 68 സാക്ഷികളിൽ 44 പേരെ പ്രോസിക്യൂഷൻ വിഭാഗം വിസ്തരിച്ചു. പ്രതി ചെന്താമര വിചാരണ സമയത്തും കോടതി വളപ്പിൽ ഭീഷണി മുഴക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. കേസിൽ നിർണായകമായ ശാസ്ത്രീയ പരിശോധന ഫലങ്ങൾ ലഭിച്ചതോടെ 2025 ഓഗസ്റ്റ് 4 സാക്ഷി വിസ്താരം ആരംഭിച്ചത്. ഇതിനിടെ ചെന്താമരയുടെ ഭീഷണി കാരണം പ്രധാന സാക്ഷി നാടുവിട്ടു. പോത്തുണ്ടി സ്വദേശി പുഷ്പ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ചെന്താമര പലതവണ ഭീഷണി മുഴക്കിയെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും പുഷ്പയുടെ മക്കൾ പറയുന്നു. സജിതയെ കൊന്ന ശേഷം ചെന്താമര വരുന്നത് കണ്ടത് പുഷ്പയാണ്. തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെന്താമര പോലീസിനോട് വെളിപ്പെടുത്തിയത്. തന്റെ കുടുംബം തകരാൻ പ്രധാന കാരണക്കാരിൽ ഒരാൾ അയൽവാസിയായ പുഷ്പയാണെന്ന് ചെന്താമര മൊഴി നൽകിയിരുന്നു. പുഷ്പയെ വെറുതെ വിട്ടതിൽ നിരാശയുണ്ടെന്നും താൻ പുറത്തിറങ്ങാതിരിക്കാൻ കൂട്ടപ്പരാതി നൽകിയവരിൽ പുഷ്പയും ഉണ്ടെന്നും ചെന്താമര നേരത്തെ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. ചെയ്തത് വലിയ തെറ്റാണെന്നും പരോളിന് ശ്രമിക്കില്ലെന്നും പ്രതി പറഞ്ഞിരുന്നു. പുഷ്പയെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും അത് നടന്നിരുന്നില്ല എന്നും ചെന്താമര ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു. സജിത വധക്കേസിൽ 3 മാസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങിയ പ്രതി ചെന്താമര 2025 ജനുവരി 27 സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നത്. നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ സുധാകരനെയും വയോധികയായ അമ്മയും പ്രതി കൊലപ്പെടുത്തിയതും അതിക്രൂരമായിട്ടായിരുന്നു. സുധാകരന്റെ ശരീരത്തിൽ 8 വെട്ടുകളായിരുന്നു കണ്ടെത്തിയത്. കയ്യിലും കാലിലും കഴുത്തിലും തലയിലുമായിരുന്നു വെട്ടേറ്റത്. വലത് കൈ അറ്റുപോയിരുന്നു. കഴുത്തിന്റെ പിറകിലെ വെട്ടായിരുന്നു മരണകാരണമായത്. ആദ്യത്തെ വെട്ടേറ്റിരുന്നത് സുധാകരന്റെ കാലിന്റെ മുട്ടിനായിരുന്നു. സുധാകരന്റെ മാതാവ് ലക്ഷ്മിയുടെ ശരീരത്തിൽ 12 വെട്ടുകളും ഏറ്റിരുന്നു. ലക്ഷ്മിയുടെ ശരീരത്തിലുള്ളത് ആഴത്തിലുള്ള മുറിവുകളുമായിരുന്നു. കണ്ണിൽ നിന്ന് ചെവി വരെ നീളുന്ന ആഴത്തിലുള്ള മുറിവുകളും ശരീരത്തിലുണ്ടായിരുന്നു. ഇതാണ് ലക്ഷ്മിയുടെ മരണത്തിന് കാരണമായത്. ഇരട്ട കൊലപാതകം കഴിഞ്ഞ ചെന്താമര വീടിനകത്ത് കയറി വെട്ടാൻ ഉപയോഗിച്ച വാൾ മുറിക്കകത്ത് വെച്ച് മുൻവശത്തെ വാതിലടച്ച ശേഷം പിന്നിലെ വാതിലൂടെ രക്ഷപ്പെടുകയായിരുന്നു. ജാമ്യാവസ്ഥ ലംഘിച്ച് സ്വന്തം വീട്ടിലെത്തിയ പ്രതി അയൽവാസികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് സുധാകരന്റെ മകളും പരാതി നൽകിയിരുന്നുവെങ്കിലും പോലീസ് നടപടിയെടുത്തിരുന്നില്ല. തുടർന്ന് അന്ന് നാട്ടുകാർ പോലീസിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഈ ഇരട്ട കൊലപാതക കേസിലും പ്രതി റിമാൻഡിലാണ്. ഈ കേസുകളിലെ വിധിയും നിർണായകമാകും. 6 വർഷങ്ങൾക്ക് ശേഷമാണ് സജിത വധക്കേസിലെ വിചാരണ നടപടികൾ പൂർത്തിയായത്. 3 കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതി ചെന്താമരയ്ക്ക് കഠിനമായ ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷനും കുടുംബവും.